മുറിവെന്ന ചിത്രം കണ്ടിറങ്ങി. കെ ഷമീർ എന്ന ഒറ്റപ്പാലംകാരൻ, മലയാളത്തിൻ്റെ ഭാഗ്യ ലൊക്കേഷനായിരുന്നു ഒരു കാലത്ത് ഒറ്റപ്പാലം എന്ന ആ സ്ഥലം. തീർച്ചയായിട്ടും മലയാള സിനിമയുടെ ഭാഗ്യമായി മാറുന്ന ഒരു ഡയറക്ടറാണ് കെ ഷമീർ. മുറിവെന്ന ചിത്രത്തിൽ ഒരുപാട് പ്രത്യേകതയുണ്ട്. ഇത് സിനിമയിലുടനീളം ഒരുപാട് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. അജയ് വാസുദേവ് എന്ന ഡയറക്ടർ മാസായി അഭിനയിച്ച ചിത്രം, ഇതിൻ്റെ ഈ ഒരു ചിത്രത്തിൽ ഒരു ഭാഗമാകാൻ എനിക്കും സാധിച്ചു. തീർച്ചയായിട്ടും ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് അനീതികൾ, പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് ഒരു മെസ്സേജ് കൊടുക്കുന്ന, അല്ലെങ്കിൽ കുടുംബത്തിനൊരു മെസ്സേജ് കൊടുക്കുന്ന ഒരു ചിത്രമാണ്. നമ്മൾ ചെറുതായി കരുതുന്ന കാര്യം എത്ര വലുതായി ആ സമൂഹത്തിനെ ബാധിക്കുന്നു എന്നുകൂടി വരച്ചു കാണിക്കുന്നുണ്ട് ഈ ഒരു ചിത്രം. തീർച്ചയായിട്ടും നമ്മുടെ കുടുംബ പ്രേക്ഷകർ ഈ ഒരു ചിത്രം ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിലൊട്ടും ഡൗട്ടില്ല. വിരലിലെണ്ണാവുന്ന തിയേറ്ററാണ് ഇത് ഈ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം ഒരുപാട് സിനിമകൾ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഈ ഒരു ചിത്രം ഇന്നത്തെ കേരളത്തിലുള്ള എല്ലാ കുടുംബവും ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒട്ടും ഡൗട്ടില്ല. എൻ്റെ പേര് സോന ഫിലിപ്പ്. ഇപ്പോൾ ഈ മുറിവ് സിനിമയിൽ ഞാൻ 2 നായികമാരിൽ ഒരാളായിട്ടാണ് അഭിനയിച്ചത്. ഓക്കെ, എല്ലാവരും വന്ന് കാണണം. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിലും നല്ല രീതിക്ക് സിനിമ നന്നായിരുന്നു. പറയാൻ വാക്കുകളില്ല. ഒരുപാട് ഇല്ല, സെക്കൻഡ് മൂവിയാണ് എൻ്റെ. ഒരുപാട് ഹാപ്പിയാണ്. ഫാമിലി ആയിട്ട് തന്നെ വന്ന് പെൺമക്കളുള്ള എല്ലാ അമ്മമാരും. എന്തോ മനസ്സിലായില്ല. ഞാൻ എന്തെങ്കിലും അറിയില്ല പറയേണ്ടത് എന്താന്ന്. നല്ലതായിരുന്നു. കാരണം പറയാൻ കിട്ടുന്നില്ല. സന്തോഷത്തിലാണ് ഭയങ്കര. കാരണം ഒട്ടും പ്രതീക്ഷിച്ചില്ല. സത്യം പറഞ്ഞാൽ ചില സീൻസ് ഒക്കെ കണ്ടപ്പോൾ കരച്ചിലൊക്കെ വന്നു. പിന്നെ ഓക്കെ, കോൾ എന്ന് പറഞ്ഞൊരു സംഭവത്തിലാണ് നിന്ന്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. എല്ലാവരും അടിപൊളിയായിരുന്നു. ചെയ്ത ഓരോ വ്യക്തിക്കും എല്ലാത്തിനും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ സിനിമയിൽ. അപ്പോൾ എല്ലാവരും വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറായിരുന്നു. അപ്പോൾ അത് എങ്ങനെ വർക്കാവില്ല എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ പ്രേക്ഷകറിനൊപ്പം കണ്ടിറങ്ങി കഴിഞ്ഞപ്പോൾ അവരുടെ റെസ്പോൺസൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ പുതുമുഖങ്ങളായതുകൊണ്ട് തന്നെ എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ പടം കണ്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. ഇതിൻ്റെ ആദ്യത്തെ മൂവിയാണ്. അപ്പോൾ ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറയണം. താങ്ക് യു. തിയേറ്റർ എക്സ്പീരിയൻസ് ഗംഭീരമായിരുന്നു. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഒരു കൊച്ചുപടം എന്ന് പറയാൻ പാടില്ല. ഐ മീൻ പുതുമുഖങ്ങളുടെ സിനിമയാണ്, പക്ഷെ നല്ലൊരു കഥ പറയുന്നു. നല്ല പുതുമയുള്ള സിനിമയാണ്. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. തിയേറ്ററിൽ കാണുന്നത് വേറൊരു ഫീലാണ്. കാരണം നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ നമ്മളെടുത്തൊരു സ്ട്രഗിളും കാര്യങ്ങളും എല്ലാം ഇവിടെ അതൊരു ഫലം കണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം നന്നായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട് ഓവറോൾ. താങ്ക് യു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അൻവർ ലുവ, ആക്ടറാണ്. മുറിവ് എന്ന് പറഞ്ഞ ഈ ചിത്രത്തിൽ ഒരു SI വിജയകുമാർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ആളാണ്. എൻ്റെ 2ാമത്തെ പടമാണ് മുറിവ്. ആദ്യത്തെ പടം ഒരു ജാതി മനുഷ്യൻ എന്ന് പറയുന്ന പടമാണ്. അതിലൊരു വില്ലൻ ക്യാരക്ടറായിട്ടാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. നല്ലൊരു പടമാണ്. ഒരുപാട് 90% പുതുമുഖങ്ങളും അതോടൊപ്പം തന്നെ മാസ് ഡയറക്ടർ അജയ് വാസുദേവും സ്ക്രിപ്റ്റ് റൈറ്റർ നിഷാദ് കോയൊക്കെ അഭിനയിച്ചിരിക്കുന്ന ഒരു ചെറിയ പടം. ഒരുപാട് മെസ്സേജ് നൽകുന്ന ഒരു പടമാണ്. കുടുംബസമേതം വന്നിരുന്ന് കാണേണ്ട ഒരു പടം. പ്രത്യേകിച്ച് പെൺമക്കളുള്ള മാതാപിതാക്കൾ നിർബന്ധമായും കാണേണ്ട ഒരു പടമാണ്. അത്തരത്തിലുള്ളൊരു നല്ലൊരു മെസ്സേജാണ് മുറിവ് എന്ന് പറയുന്ന പടം നിങ്ങൾക്ക് തരുന്നത്. ഇതൊരു ആക്ഷൻ സൈക്കോ ത്രില്ലർ മൂവിയാണ്. അപ്പോൾ അതിൽ പ്രണയമുണ്ട്, ഒരു 3 നല്ല പാട്ടുകളുണ്ട്,
ഓൾമോസ്റ്റ് എല്ലാം കൊണ്ടും നല്ല അഭിപ്രായമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ബാക്കിയുള്ള ഓഡിയൻസ് കൂടി കയറി അവരും ഈ ഒരു പടം എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത്. താങ്ക് യു. ചോദിച്ചു ഞാൻ പിടിക്കണല്ലോ. എന്താണ്? അല്ല, എൻ്റെ പേര് ശിവപ്രസാദ്. ഞാൻ മുറുവെന്ന സിനിമയിൽ സന്ദീപ് എന്ന ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ്, ഞാൻ ശരിക്കും പറഞ്ഞാൽ അഭിനയിക്കുന്ന ആളെന്ന് ഉപരി പ്രേക്ഷകൻ നിലയ്ക്കാണ് ഞാൻ സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മുറിവ് ഒരു സൈക്കോ ത്രില്ലർ മൂവി എന്ന് അതിനുപരി ഒരു ഫാമിലി മൂവി എന്നുള്ള പറയാം. കാരണം വെച്ചാൽ പുതുമുഖങ്ങൾ എന്ന രീതിയിൽ മാത്രം നിങ്ങൾ കാണാതെ അതിന് സിനിമ എന്ന രീതിയിൽ കണ്ടിട്ട് വേണം നിങ്ങൾ പടം കാണാൻ. ഒരിക്കലും റിവ്യൂ നോക്കി പടം കാണാൻ പോകരുത്. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ ഈ സമൂഹത്തിൽ പെൺകുട്ടികൾ അനുഭവിക്കുന്ന എന്തൊക്കെ കഷ്ടപ്പാടുണ്ടോ, എന്തൊക്കെയാണ് അവരെടുക്കുന്ന ചലഞ്ചുകൾ, ഇതെല്ലാം ആ മൂവിയിൽ കൃത്യമായി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു തരി ഒരു ലാഗില്ലാതെ പടം പൂർണ്ണമായിട്ടും നമുക്ക് കാണാൻ ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണണം, ആസ്വദിക്കണം. താങ്ക് യു. എൻ്റെ പേര് സോന ഫിലിപ്പ്. അപ്പോൾ നമ്മുടെ മുറിവ് സിനിമ ഇന്ന് റിലീസ് ചെയ്തു. ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഇറങ്ങിയതിൽ. ആൻഡ് കൂട്ടത്തിലിരുന്ന് കണ്ടപ്പോൾ ഒരുപാട് ഹാപ്പിയാണ്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല, പക്ഷേ എല്ലാവരും വന്ന് കാണണം. ഫാമിലീസ് ആയിട്ട് തന്നെ വന്ന് പെൺമക്കളുള്ള ഓരോ കുടുംബവും വന്ന് കാണേണ്ട ഒരു സിനിമയാണ്. നിങ്ങളുടെ അഭിപ്രായമാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഞാൻ അധികം പറയേണ്ട കാര്യമില്ല. ഞാനിതിൻ്റെ അകത്ത് ആക്ട് ചെയ്താണ്. ഇതിൽ നായികമാരിൽ ഒരാളായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. അപ്പോൾ എല്ലാവരും വന്ന് കണ്ടിട്ട് അഭിപ്രായം പറയണം. എന്തോ നല്ലതായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരുടെയും കൂട്ടത്തിൽ നിന്ന് കണ്ടതിൽ.